വൈകിട്ട് എന്താ പരിപാടി? അത് തന്നെ ബീഫ് സ്റ്റൂവും, അപ്പോ, ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷനും. എന്ത് പറയുന്നു? ഓക്കെ അല്ലേ? അപ്പോൾ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഇന്നലത്തെ വീഡിയോ ആട്ടോ. ഒരു സൺഡേ വ്ലോഗ്. അപ്പോൾ ഇന്നലെ സൺഡേ ആയിട്ട് കുറച്ചേറെ തിരക്കുകളുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ കുക്കിങ്ങും കാര്യങ്ങളൊന്നും നടന്നില്ല. ഉച്ചയ്ക്കൊന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കഴിച്ചത്. ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അങ്ങനെ പുറത്തുനിന്ന് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു, ഇന്ന് പോത്ത് വെട്ടുന്ന ദിവസമാട്ടോ. സൺഡേസിൽ ട്രിവാൻഡ്രത്ത് പോത്ത് വെട്ടും. ഇവിടെ പോത്തും ബീഫും വേറെയാണ്. ബീഫ് എന്ന് പറഞ്ഞാൽ കാള, പോത്തെന്ന് പറഞ്ഞാൽ ബഫലോ. അപ്പോൾ പോത്ത് വെട്ടും. നമ്മുടെ അവിടെ പോത്താണ് കൂടുതലും വാങ്ങുന്നത്. അങ്ങനെ ഞാൻ ഏട്ടനോട് പറഞ്ഞു, പോത്ത് വാങ്ങിയാൽ നമുക്ക് വൈകുന്നേരം പോത്തിൻ്റെ സ്റ്റൂവും വെച്ച് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ വാന്ന് പറഞ്ഞ് ഞാനും ഏട്ടനും കൂടി നമ്മൾ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്ത് പോയപ്പോഴേക്കും ഇല്ല കേട്ടോ. പിന്നെ നേരെ കാട്ടാക്കടയ്ക്കടുത്ത് കിള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ പള്ളി കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളായിട്ട് ഉള്ളൊരു കടയാണ് ഈ ചേട്ടൻ്റെ കട കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ പള്ളി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് വരും. ആ ഒരു കടയിൽ നിന്ന് നോക്കിയപ്പോൾ പോത്തുണ്ട്, ആടുണ്ട്, കാളയുണ്ട്, എല്ലാം ഉണ്ട്. ആട്ടിറച്ചി കഴിഞ്ഞു. ഇപ്പോൾ പോത്തും ബീഫും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഞങ്ങൾ വെട്ടി വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് തീർത്തുമ്പോഴേക്കും അതിൻ്റെ അടുത്ത കാലിനെ കൊണ്ടുവന്ന് ഇതുപോലെ കെട്ടി തൂക്കി കേട്ടോ. ഇഷ്ടം പോലെ ഇറച്ചി കാളയും പോത്തും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ട് അതിശയിച്ച് പോയി. എത്രയോ 10-30 വർഷത്തിൽ കൂടുതൽ, 30 എന്നാണോ അത് കൂടുതലാണോ പറയുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഉള്ള കടയാണ്. അപ്പോൾ സാധാരണ ട്രിവാൻഡ്രത്തൊക്കെ പോത്തിറച്ചി വെട്ടുന്ന സ്ഥലങ്ങളിൽ പോത്തിൻ്റെ തല കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. ഞാൻ കേട്ട് എന്തേ നിങ്ങളത് വെക്കാത്തതെന്ന്. അവരുടെ പരസ്യമെന്നാണ് പറയുന്നത്. പോത്തിറച്ചിയാണെന്ന് അറിയിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അതെന്തേ നിങ്ങൾ വെക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നമ്മളത് വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ അല്ലാതെ തന്നെ ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട്. വരണവർക്കറിയാം ബീഫും പോത്തും ഒക്കെയാണ്, നമ്മൾ പറ്റിച്ച് കൊടുക്കത്തില്ല എന്നറിയാം എന്ന് പറഞ്ഞ് ആ ചേട്ടൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ കുറച്ച് കൂടുതൽ പോത്ത് വാങ്ങിച്ചു. ഒന്നല്ല, ഒന്നും കുറച്ചുകൂടെ വാങ്ങി. കുറച്ച് എല്ലാം ബീഫും ബീഫെന്ന് എപ്പോഴും വരത്തുള്ളൂ കേട്ടോ. പോത്തായിട്ടും ഒക്കെ വാങ്ങിയായിരുന്നു. പോത്തിറച്ചി നല്ല പിങ്ക് റോസ് കളറിലിരിക്കും കേട്ടോ. കാളയിറച്ചി നല്ല ചുമന്ന കളറിലിരിക്കും. അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തായാലും ഇത് പിഞ്ച് പോത്താണ്, കുക്കറിലൊന്നും ഇടണ്ട. പിഞ്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞൻ പോത്താണ്, കുക്കറിലൊന്നും ഇടണ്ട. ജസ്റ്റ് അല്ലാതെ വേവിച്ചാലും പെട്ടെന്ന് തന്നെ വേവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും പോത്തും വാങ്ങി നേരെ വീട്ടിൽ പോയി ഒരു സ്റ്റൂവും വെച്ച് അതിനോടൊപ്പം അപ്പോ ബ്രെഡോ ഒക്കെ കഴിക്കാൻ കരുതി കേട്ടോ. ഒന്ന് ലുലുവിലൊക്കെ പോകണമായിരുന്നു. ലുലുവിൽ പോയിട്ട് വരുമ്പോൾ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ബ്രെഡോ കുബൂസോ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി. ലുലുവിൽ പോയ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല. എൻ്റെ പ്ലാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിന്നർ എന്താണെന്ന് കാണിച്ചത്. ഉച്ചയ്ക്ക് പുറത്തുനിന്നാണ് കഴിച്ചത്. കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് വീട്ടിലൊന്നും കുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഡിന്നർ നമ്മളിന്ന് പോത്ത് സ്റ്റൂവും കുബൂസ് ഉണ്ട്. ലുലുവിലൊക്കെ ഒന്ന് പോയിരുന്നു കേട്ടോ. കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. കുബൂസ് ലുലുന്ന് വാങ്ങി. പിന്നെ മൾട്ടിഗ്രെയിൻ ബ്രെഡ് ഉണ്ട്, എന്ത് വേണോ കഴിക്കാം. പിന്നെ അപ്പത്തിൻ്റെ മാവുണ്ട്. അപ്പത്തിൻ്റെ മാവ് നാളെ എടുക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ വാങ്ങിച്ചത്. വെള്ളം തിളപ്പിക്കാൻ വെക്കട്ടെ, വെള്ളമില്ല തിളപ്പിക്കാനായിട്ട്. ഇത് മാവ് വാങ്ങിച്ചതാണ്. സത്യം പറഞ്ഞാൽ അപ്പത്തിൻ്റെ മാവൊന്നും വാങ്ങിക്കുന്നത് അത്രയും നല്ലതല്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വാങ്ങിക്കൽ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ വ്യാഴാഴ്ച എനിക്ക് പല്ലെടുക്കുന്നുണ്ടേ. അപ്പോൾ പിന്നെ അരി ഉഴുന്നൊക്കെ അരച്ച് വെച്ചാൽ ചിലവാവില്ല. അതുകൊണ്ട് പിന്നെ അരപ്പൊന്നുമില്ല. ചിലപ്പോൾ വാങ്ങിച്ച നല്ല മാവായിരിക്കും കേട്ടോ, ചിലപ്പോൾ കൊള്ളത്തേയില്ല. കുറച്ച് സമയം വെള്ളത്തിൽ പുറത്ത് വെച്ചിട്ട് കിടക്കാൻ നേരം എടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മാവ് ഒരു മാതിരി ഇരിക്കും. പുളിച്ച് വരണതേ ഉള്ളൂ. ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി ബീഫ് സ്റ്റൂ വയ്ക്കാം. ബീഫ് സ്റ്റൂ വൈകിട്ടത്തേക്ക്. ബീഫ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നും കുറച്ച് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് സ്റ്റൂവിന് വേണ്ടി മാത്രം ഞാൻ മാറ്റി വെച്ചതാണ്. കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഫ്രീസറിലിരുന്നതാണ്. ഇവിടെ വെള്ളം ഒഴിച്ച് വെച്ചേക്കാം. ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് ആണ്. കറണ്ട് പോയിരുന്നു, ഇപ്പോൾ കറണ്ട് വന്നു കേട്ടോ. ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് തന്നെയാണ് കുക്കറിൽ അടിക്കുന്നത്. സെപ്പറേറ്റ് അടിയൊന്നുമില്ല. വേണ്ടത് പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ് വേണം, ക്യാരറ്റ് വേണം, കുറച്ച് മല്ലിയില വേണം, പച്ചമുളക്, മുളക് പൊടിയൊന്നും ഇടുന്നില്ല, അതുകൊണ്ട് ഞാൻ 3 പച്ചമുളക് എടുത്ത്. കുരുമുളക് ശരിക്കിടണം കേട്ടോ. സവോള വേണം, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. ഇഞ്ചി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. സ്റ്റൂവിന് ഇഞ്ചി കൂടുതൽ നിന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. എൻ്റെ വിരലുറ ഇവിടെ. യെസ്, കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. കറണ്ട് വന്നു.
ലിയ പോയാ? ഇത് പൊട്ടാറ്റോ സ്റ്റൂ വന്നു. ബീഫ് സ്റ്റൂ വേണ്ടേ? ബീഫ് സ്റ്റൂവും ഞാൻ കുബൂസാണ് കഴിക്കാൻ കോമ്പിനേഷൻ എടുത്ത് വെച്ചേക്കുന്നത്. ബീഫല്ല കേട്ടോ, പോത്താണ്. ബീഫ് കാള ഇറച്ചിയും ബഫല്ലോ ഇറച്ചി പോത്താണ് നമ്മൾ വാങ്ങിച്ചത് കേട്ടോ. നല്ല പിഞ്ച് പോത്താണ്. കുക്കറിലൊന്നും ഇടണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ നമുക്ക് ഒരു 2 വിസിൽ കേൾപ്പിക്കാം കുക്കറിലിട്ട്. അല്ലാതെ വേവിക്കാമല്ലോ, അടുപ്പത്തിട്ട് വേവിക്കാമല്ലോ. പക്ഷേ ഇത് നമുക്ക് എന്തായാലും കുക്കറിലിട്ട് വേവിക്കും. വേണമെങ്കിൽ വെന്ത് പായസം പോലെ ഇരിക്കണം. ഇറച്ചി എന്നൊക്കെ പറഞ്ഞ് ഒന്ന് കടിച്ച് തിന്നാനൊക്കെ ഒരു ഇത് വേണ്ടേ അല്ലേ? ഏറ്റവും പാടുള്ള ജോലിയാട്ടോ അതേ ഇത്. ഇഞ്ചി ചെത്തുക, വെളുത്തുള്ളി തൊലിക്കുക, കൊച്ചുള്ളി തൊലിക്കുക, ഇതൊക്കെയാണ് ഇവിടെ. എൻ്റെ വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇവിടെ. ഇതൊക്കെ കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയില്ല, കഴുകിയെടുക്കണം. പുറത്ത് നല്ല മഴ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? നല്ല മഴ കേട്ടോ. മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മഴയുണ്ടെന്ന്. ഓൾ കേരള, ഓൾ ഇന്ത്യ മഴയാണ് ഇപ്പോൾ മഴ. പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ മുന്നേ ഞാൻ തൊലിച്ചേ ഇടത്തുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ തൊലിക്കുന്ന പാടെഴുതി തൊലിക്കാറുമില്ല, ഒന്നുമില്ല. ഇതുപോലെയൊക്കെ തന്നെ അങ്ങ് ഇടും. ജസ്റ്റ് ഒന്ന് തോടിങ്ങനെ പൊളിച്ചിട്ട് ഇടും. വൃത്തിയാക്കാനുള്ളതെല്ലാം വൃത്തിയാക്കി. ഇനി ഞാൻ വേസ്റ്റ് കളഞ്ഞിട്ട് നമുക്ക് കഴുകിയെടുക്കാമേ. പൊട്ടാറ്റോ, സബോള, മല്ലിയില, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ബീഫിനെ കഴുകിയെടുത്ത് വയ്ക്കാവേ. സവോളൊക്കെ കുറച്ച് മതി. ഞാൻ കുറച്ച് ബീഫല്ല, പോത്ത് പറയുമ്പോൾ ബീഫ് എന്നാവുന്നതാണ് എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് മതി. നൈറ്റ് മാത്രം, ഡിന്നറിന് മാത്രം മതി. പിന്നെ ഉണ്ടെങ്കിൽ പകലല്ല, നാളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കും. അതിന് വേണ്ടിയൊന്നും ഇല്ല കേട്ടോ, ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ബാക്കി നാളെ കറിയായിട്ട് വയ്ക്കാമെന്ന് കരുതി. കറിയും കപ്പയും ബീഫും അല്ലേ, അടിപൊളിയായിട്ട് നമുക്ക് നാളെ വയ്ക്കാം. ഒരുപാട് ബീഫ് ഞാൻ ഒരുപാട് പ്രാവശ്യം വയ്ക്കുന്ന വീഡിയോ ആണ്. മിക്കവാറും ഇവിടെ ഇത് വാങ്ങിക്കുന്നതുകൊണ്ടാണ് എപ്പോഴും ബീഫ്. ചിക്കനൊന്നും ഇല്ല. ഏട്ടൻ ഒരാളെ കരുതി ആ സാധനം മാത്രമേ ഇവിടെ വാങ്ങിക്കൂ. ചിക്കനൊക്കെ വല്ലപ്പോഴുമാണ്. എല്ലാം ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്യാവേ. ഈ ഉരുളക്കിഴങ്ങിനെക്കാട്ടി വേവ് കൂടുതലാണ് ക്യാരറ്റിന്. അതറിയോ? ഞാൻ സാമ്പാറൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം പരിപ്പും ഉരുളക്കിഴങ്ങും ഒക്കെ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് ക്യാരറ്റ് ഇടും, ഇല്ലെങ്കിൽ വേവാതെ കിടക്കും. അപ്പോൾ ക്യാരറ്റിന് വേവ് കൂടുതലാണ്, ഉരുളക്കിഴങ്ങിനെക്കാട്ടി വേവ് കൂടുതലാണ്. സ്റ്റൂവിൽ എപ്പോഴും താരം ഉരുളക്കിഴങ്ങാണ്. എന്ത് സ്റ്റൂ വെച്ചാലും ഉരുളക്കിഴങ്ങ് മസ്റ്റാണ്. വെജിറ്റബിൾ സ്റ്റൂ, എഗ് സ്റ്റൂ, പൊട്ടാറ്റോ സ്റ്റൂ, എന്താണ് പച്ചമുളക് കീറി വെറുതെ അങ്ങിടാൻ കേട്ടോ. കാരണം കഴിക്കുന്നവർക്ക് എടുത്ത് കളയാൻ എളുപ്പമുണ്ടാവും. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കാം. അത് ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ വെച്ച് തന്നെ അങ്ങ് ചതച്ചെടുക്കും കേട്ടോ. വേറെ ഒരു സെറ്റപ്പും ഇല്ല. ഇത് തന്നെയാണ് നമ്മുടെ സെറ്റപ്പ്. നല്ല എരിവുള്ള മുളകാണെന്ന് തോന്നുന്നു. നല്ല മുളകിൻ്റെ മണം വരുന്നു. ഈ പാത്രത്തിൽ വെച്ച് തന്നെ ചതയ്ക്കും. ഇപ്പം നിങ്ങൾ ചോദിക്കും, ശ്രീകുട്ടി ആ പാത്രം പൊട്ടിപ്പോവില്ലേ? നമ്മളാ ചതപ്പും ഇടുപ്പൊക്കെ ഇത് തന്നെ കേട്ടോ. ഇങ്ങനെ ചതയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വെളുത്തുള്ളിയുടെ തോടിങ്ങനെ വരും കേട്ടോ. അപ്പോൾ അതിനങ്ങ് എടുത്ത് കളയും. ഓപ്ഷനിലാണ്. ഞാൻ പിന്നെ അങ്ങ് എടുത്ത് ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട്, ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് എടുത്ത് കളയാമെന്ന് കരുതുന്നു. അത്രയേ ഉള്ളൂ. കണ്ടോ, തോടിങ്ങനെ ഇളകി വരും. എപ്പോഴും സ്റ്റൂവിൽ ഇഞ്ചി കുറച്ച് കൂടുതൽ ഇടുന്നതാണ് നല്ലത്.
നമുക്ക് ഈ മല്ലിയില ഇതിലോട്ടങ്ങ് വയ്ക്കാം. എന്നിട്ട് ബീഫ് അതിൽ വെച്ച് കഴുകാമേ. വെള്ളം ഒഴിച്ച് വെക്കാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോഴങ്ങ് ഇതിൻ്റെ കട്ട മാറില്ലായിരുന്നു. അയ്യോ, നല്ല പിഞ്ചിറച്ചിയെന്നാണ് പറഞ്ഞത്. വെച്ചാലും മട്ടൻ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ ഒന്നും അറിയണമല്ലോ വെച്ചാലും മട്ടൻ പോലെ ഇരിക്കുന്നു. നമ്മൾ ചില ഇറച്ചികളിൽ എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലത് നമ്മൾ എത്ര കൊള്ളില്ലാതെ വെച്ചാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അത് ആ ഇറച്ചിയുടെ ടേസ്റ്റാണ് കേട്ടോ, അല്ലാതെ നമ്മൾ വയ്ക്കുന്നതിൻ്റെ ആ ഇതൊന്നുമല്ല. അത് വേറെ കാര്യം. ശരിക്കും പറഞ്ഞാൽ സ്റ്റൂവിന് കുറച്ചുകൂടെ ചെറുതാക്കണമായിരുന്നെന്ന് തോന്നണല്ലേ. നമ്മൾ സ്റ്റൂവിനാണെന്നും പറഞ്ഞില്ല, ചെറുതായിട്ട് കട്ട് ചെയ്ത് തരാൻ പറഞ്ഞതേ ഉള്ളൂ. നെയ്യ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്, നന്നായിട്ട്. ഇനി നമുക്ക് വയ്ക്കാം, ബീഫ് സ്റ്റൂ വയ്ക്കാം. അയ്യോ, തേങ്ങ ചിരണ്ടണം, തേങ്ങാപ്പാലെടുക്കണം, മറന്നുപോയി. അരമുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ടേ. ഇത്രയും വേണം, നല്ല തേങ്ങാപ്പാലൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാവൂ. ഇത്രയും പോരെ, കുറച്ചേ ഉള്ളൂ. അതിനെ ആർക്ക് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഞാൻ കറികളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ശകല വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് തേങ്ങാപ്പാലെടുക്കാം. മറന്നു കേട്ടോ, നമ്മുടെ സ്റ്റൂവിന് ഏറ്റവും അത്യാവശ്യം തേങ്ങാപ്പാലാണ്. ഞാൻ മറന്നുപോയി. പിഴിഞ്ഞെടുക്കാം തേങ്ങാപ്പാൽ. രണ്ടാം പാലും ഒന്നാം പാലും മതിയേ. നമുക്ക് രണ്ടാം പാലിൽ ഇറച്ചിയും എല്ലാം കൂടി വേവിച്ചെടുക്കാം. ഒന്നാം പാല് ലാസ്റ്റ് ഒഴിക്കാവേ. സ്റ്റൂ വയ്ക്കാൻ എന്ത് പാടാണെന്നറിയോ. ശക്കലം വെള്ളം കൂടെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാവേ. മിക്സിയുടെ ജാറ് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. പിഴിഞ്ഞെടുക്കാം. രണ്ട് പ്രാവശ്യം പാലെടുക്കണം കേട്ടോ. അതുകൊണ്ട് ആദ്യം ഒന്ന് പിഴിഞ്ഞ് നല്ല കട്ടി പാലെടുത്തിട്ട് രണ്ടാമതൊന്നുകൂടെ നമുക്ക് പിഴിഞ്ഞെടുക്കാം. അത് കുക്കറൊക്കെ വെച്ചിട്ട് രണ്ടാമത്തെ പാല് പിഴിഞ്ഞെടുക്കാം. കഴിഞ്ഞു. കടക്കാർ കുക്കറിൽ വയ്ക്കണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാനൊന്ന് കുക്കറിലാണ് വയ്ക്കുന്നത്. നമുക്ക് ഇതിനെടുത്ത് ഇങ്ങോട്ടേക്ക് വയ്ക്കാം. കുക്കർ വെച്ചു. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല സ്പൈസസ് ഒക്കെ ഇട്ട്. കറിവേപ്പിലയില്ല ഗൈസ്, കറിവേപ്പിലയില്ല. എൻ്റെ കറിവേപ്പില അന്ന് പുഴുതെടുത്ത് മാറ്റിയത് പിടിച്ചു കേട്ടോ. പക്ഷെ അതിൽ എടുക്കാൻ പാകത്തിനായിട്ടില്ല. എൻ്റെ കയ്യിൽ വേറെ കറിവേപ്പിലയില്ല. അതിലെടുക്കാൻ പറ്റൂല. കുറച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ. സ്പൈസസ് ആയിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട, എല്ലാം തിരിഞ്ഞതല്ല. ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കോലം. തക്കോലം അല്ലേ സ്റ്റാർ. ഇത്ര സാധനങ്ങൾ ഇടുക. ഇട്ടിട്ട് ബാക്കി എല്ലാം കൂടി ഇട്ട് കിസ്കതേ. കുറച്ച് കുരുമുളക് ഇടുക. പൊട്ടിക്കാൻ പറ്റില്ല. കുറച്ചേ ഉള്ളൂ, ഒരുപാട് ഇട്ടാലേ ഭയങ്കര ചെവയായിരിക്കും. 2 ഏലക്ക, 2 ഗ്രാമ്പു, സ്റ്റാർ. ഈ സാധനത്തിന് അധികം മണമൊന്നും ഇല്ലാത്ത സാധനം കേട്ടോ സ്റ്റാർ. കുരുമുളക്, ലേശം കുരുമുളക് കൂടെ. കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, ഇനി നമ്മൾ എന്ത് ചെയ്യും,
ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ. ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി. 2 വെളുത്തുള്ളി ബാക്കി വന്നു. അത് മിക്കവാറും പൊട്ടിപ്പോവും. എന്നിട്ട് താഴെ വെച്ച് ചതച്ചെടുക്കാം. കരിയില്ല, ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുന്നു. അതുകൂടെ ഇട്ട് കൊടുത്തേ. ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ സവോള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നിനും വാടാൻ പ്രത്യേകം സമയം അങ്ങനെയൊന്നും നമുക്കില്ല. ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് എല്ലാം കൂടി തട്ടി കിസ് കിസ് കിസേ. കടുവറ കടുവറ കടുവറ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. ഓൾറെഡി ഞാൻ ബീഫ് സ്റ്റൂ വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നുകൂടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വയ്ക്കുന്നതുണ്ട്. നമ്മുടെ ഡിന്നർ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കരുതി. നല്ല മണം വരുന്നുണ്ട്. കുറച്ച് ബീഫ് ആയിട്ടാണ് കുഞ്ഞ് കുക്കർ എടുത്തത്. ഒരു 2 വിസിൽ കേൾപ്പിച്ച് നോക്കാം. ചേട്ടന്മാർ എന്തായാലും കുക്കറിൽ ഇടണ്ടെന്ന് പറഞ്ഞതാണ്. എങ്കിലും നമ്മൾ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇടുന്നു എന്ന് മാത്രം. ലാസ്റ്റ് മതി കേട്ടോ മല്ലിയില ഇത്രയിട്ട്. ഇനിയിൽ നമുക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യാനുണ്ട്. വേറെ ഒന്നുമല്ല, കുരുമുളക്. കുരുമുളക് എരിവൊക്കെ ആവശ്യത്തിന് ഇട്ടോളണം. 2 പച്ചമുളക് ഇട്ടേക്കാണ്. അതുകൊണ്ട് കുരുമുളകിൻ്റെ അളവ് നമുക്ക് നോക്കിയിട്ടൊക്കെ ഇടാം കേട്ടോ. ഇനി നമുക്ക് പാരത്തെ ഇടാം. പാരത്തെ എന്താണ്? നമ്മുടെ ബീഫ് പീസ് മാത്രമേ ഉള്ളൂ, എല്ലൊന്നും ഇല്ല കേട്ടോ. നല്ല പീസുകൾ മാത്രം. സ്റ്റൂലങ്ങനെ എല്ലാം ഇടില്ലല്ലോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്കാണ് നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രങ്ങളൊക്കെ ഇവിടെ. നമുക്ക് ഇതിൽ 2ാം പാൽ എടുക്കാം കേട്ടോ. ഇറച്ചി വേവാനുള്ള പാകത്തിന് ബീഫിൽ നിന്ന് എന്തായാലും ഇതുണ്ടാകും. എന്താണ്? വെള്ളം ഉണ്ടാകും. പിന്നൊരു അന്ന് ലോ ഫ്ലെയിമിലാക്കൂ. ഇല്ല. ബീഫിൽ എന്തായാലും വെള്ളം ഉണ്ടാകും. പിന്നെ കുറച്ച് ബീഫല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ നമുക്ക് തേങ്ങാപ്പാലോട്ട് ഒഴിക്കാമെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വേവിച്ചാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ടേസ്റ്റ് പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, ക്യാരറ്റുണ്ട് വേവാനായിട്ട്, എല്ലാമൊക്കെ ഇല്ലേ. ഒരുപാട് വെള്ളമായിട്ട് കിടക്കുന്നെങ്കിൽ നമുക്ക് അതിനെ തിളപ്പിച്ച് വറ്റിച്ചിട്ട് ലാസ്റ്റ് 1ാം പാലും മല്ലിയിലയും. 2ാം പാലെടുത്തേ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വേവിച്ചാൽ ഒറ്റ വിസിൽ കേൾപ്പിച്ചാല 2 വിസിൽ കേട്ടാൽ വെന്ത് പോവൂ. ഇതൊക്കെ ഇരിക്കുന്നതാണ് കൊട്ടി നിൽക്കുന്നത്. മണ്ടി ഇങ്ങനെ ഒഴിച്ചാൽ പോരെ. നമുക്കിനി 1ാം പാൽ ഒഴിക്കാവേ. ഇത് ഇപ്പം തന്നെ ഓൾറെഡി ഇതാ ബീഫിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2ാം പാലാണ്. ഞാൻ നേരത്തെ 1ാം പാലെന്ന് പറഞ്ഞത്. ചില കാര്യങ്ങൾ പറയുമ്പോഴേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിതെന്താ പറഞ്ഞത് എന്ന് എനിക്കതിനെ തോന്നുന്നത്. ഇനി വേറെ ഒന്നുമില്ല. ഇത് മൂടി വയ്ക്കുക, വേവിക്കുക. എന്തായാലും ഒരു 2 വിസിൽ നമുക്ക് കേൾപ്പിക്കാം. കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി ഇതിനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. പിന്നെ ബീഫ് വെന്ത് കഴിയുമ്പോൾ തുറന്ന് 1ാം പാൽ ഒഴിക്കുക, ഇത് ഒഴിക്കുക, സെർവ് ചെയ്യുക, കഴിക്കുക. നല്ല കുബൂസ് ഇരിപ്പുണ്ട്. എനിക്ക് കുബൂസ് ഇഷ്ടമല്ല കേട്ടോ. ബ്രെഡും വെച്ച് കഴിക്കണം. മൾട്ടിഗ്രെയിൻ ബ്രെഡൊക്കെ ഇന്നിപ്പോൾ വാങ്ങി നമ്മൾ. സമയം 7 മണി. 8 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കാം. തിളച്ചില്ല.
ചിലർക്ക് ഈ മല്ലിയില ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ആയിരുന്നാണെങ്കിൽ എല്ലാത്തിനും മല്ലിയില വേണം, ചുമ്മാ മല്ലിയില വേണം. ചിലർക്ക് അങ്ങനെ മല്ലിയില വേദനയാണെങ്കിൽ കണ്ടെടുത്ത് കളയും. പക്ഷേ ടേസ്റ്റ് വേണമെങ്കിൽ അത് ഇട്ടല്ലേ പറ്റുള്ളൂ. ഓരോ സാധനത്തിനും അതിൻ്റെതായ രുചി വേണമെങ്കിൽ ആ സാധനങ്ങൾ ഇട്ടേ പറ്റൂ, കൊള്ളില്ലെങ്കിൽ അത് ഇട്ടേ പറ്റൂ. ഈ ഏലക്കയും പട്ടയും ഗ്രാമ്പൊക്കെ കടിക്കുമ്പോൾ എന്തോ പോലെ വരും, പക്ഷെ കറിക്ക് അത് ഇട്ടാലേ ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഇനി ഞാനിതൊക്കെ കഴുകി വയ്ക്കട്ടെ, അപ്പോഴേക്കും നമ്മുടെ ബീഫാവും. സത്യം പറയാമല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പാരമീൻ കറി വയ്ക്കുന്ന വീഡിയോ ഇല്ലേ, ഞാൻ ജസ്റ്റ്, കാരണം എനിക്ക് എടുത്തു തരാനായിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ജസ്റ്റ് സ്റ്റാൻഡൊക്കെ വെച്ച് എടുത്തതായിരുന്നു. പക്ഷേ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു വീഡിയോ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ അത്രയും ആത്മാർത്ഥതയോടെയാണ് ആ വീഡിയോ എടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാരമീനും. കപ്പയ്ക്ക് എന്ത് ടേസ്റ്റ് ആയിരുന്നെന്നറിയോ. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയാണ് ഏട്ടനില്ലെങ്കിലും എടുക്കാമെന്ന് കരുതിയത്. സാധാരണ അറിയാമല്ലോ, ഞാൻ ഈ കുക്കിംഗ് ചെയ്യുമ്പം കൂടുതലും ഞാൻ എടുക്കാറില്ല ബിസി ഡേയ്സ് ആണെങ്കിൽ. കാരണം എൻ്റെ ജോലികളൊന്നും ആവില്ല, വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങ് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കില്ല. പക്ഷേ ഇതെനിക്ക് എന്തോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളത് നല്ല രീതിയിൽ ആ ഒരു വീഡിയോ സ്വീകരിച്ചു, സന്തോഷമുണ്ട് കേട്ടോ. ഞാനേ ഒരു എയർ ഫ്രയർ വാങ്ങി കേട്ടോ. അതിൻ്റെ വീഡിയോ 2 ദിവസത്തിനകം ഞാൻ ഇടാം. അതിൻ്റെ ഡെമോ ക്ലാസ് എടുക്കാൻ ഒരാൾ വരാം എന്നിങ്ങനെ പറയും. മീൻസ് നമ്മൾ എന്താണ് ബുക്ക് ചെയ്യുമ്പോൾ അവർ വരില്ലേ, വന്ന ശേഷം അതിൻ്റെ പരിപാടികൾ തുടങ്ങാമെന്ന് കരുതി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഉടനെ തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇന്നലെ വന്നു, പക്ഷേ അത് ഞാൻ ബുക്ക് ചെയ്തില്ല. ഇന്നാണ് ബുക്ക് ചെയ്തത്. പിന്നെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകം വരും. വന്ന് ഒരു ഡെമോ ഒക്കെ കാണിച്ച് തന്നിട്ട്, എനിക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, നമുക്കിവിടെ അവനുള്ളത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ നോക്കിയിട്ടില്ല. പക്ഷേ എയർ ഫ്രയർ ഒരു അത്യാവശ്യ ഘടകമായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ പരിപാടികൾ അയാൾ വന്ന് പഠിപ്പിച്ച് തരുമ്പോൾ നമുക്ക് നോക്കാം. പാത്രം കഴിഞ്ഞു, ബീഫായാൽ മതി. ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന കുട്ടയിൽ ഞാനിടെ ഒരു വിസിൽ കേട്ടു. ഒരു വിസിൽ വേവില്ല, വെള്ളം തിളച്ചു. ഞാൻ ഒന്ന് ലോ ഫ്ലെയിം ആക്കി കേട്ടോ. ലോ ഫ്ലെയിം ആക്കിയാൽ ഇതിൽ പിന്നീട് വിസിൽ വരാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. പക്ഷെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഹൈ ഫ്ലെയിം ഇട്ട് ഒരു വിസിലൂടെ കേൾപ്പിച്ചെടുക്കാം. ഒരുപാട് സമയത്തിരുന്ന് ചിലപ്പോൾ വെന്ത് പോവും. ഇനി ഹൈ ഫ്ലെയിം ആക്കാതെ ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിം ഇരുന്നു മതി. ഇനി ഓഫ് ചെയ്തു. ഇതിന് പ്രഷർ പോകുന്നവരെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു കറക്റ്റ് വേവ് ആവുമെന്ന്. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. അത് ഞാൻ തൊട്ടപ്പം വന്നതാട്ടോ, ഞാൻ ഓഫ് ചെയ്തു. ഇനി പ്രഷർ പോയിട്ട് നമുക്കെടുക്കാം. വീണ്ടും കറണ്ട് പോയി ഗൈസ്. ഇത് നമുക്കിനി തുറന്ന് നോക്കാം. അഥവാ വെന്തില്ലെങ്കിലേ വീണ്ടും വേവിക്കണ്ടേ, അതുകൊണ്ട് കറണ്ട് പറഞ്ഞത് നോക്കി നിന്നാൽ കാര്യം നടക്കില്ല. ഇവിടുത്തെ ലൈറ്റ് പോയി, അത്രയേ ഉള്ളൂ പ്രശ്നം. നമുക്കിത് പീസ് വെന്തോ നോക്കണ്ടേ. വെന്തിട്ടൊന്നുമില്ല. കുറച്ചുകൂടെ ഉണ്ട്. ചേട്ടൻ പറയും കുക്കറിലൊന്നും ഇടണ്ട, പെട്ടെന്ന് വേഗം വേണം കുക്കറിൻ്റെ. അവരൊക്കെ അടുപ്പത്ത് വയ്ക്കുന്നവരായിരിക്കും, പക്ഷെ കൊള്ളാം കേട്ടോ. അടുപ്പത്തൊക്കെ വെച്ച് വേവിക്കുന്നവരായതുകൊണ്ട് വേവ് കുറവായിരിക്കും. കുക്കറിൽ വയ്ക്കുന്നവരായിരിക്കില്ല, നമ്മളല്ലേ കുക്കറിലൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ തോന്നുന്നു ഒരു 2-3 വിസിലൂടെ കേൾക്കണം കേട്ടെങ്കിലേ വേവത്തുള്ളൂ. എന്തായാലും വീണ്ടും ഒരു 2-3 വിസിലും ലോ ഫ്ലെയിമിലും ഒക്കെ വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. വെന്തോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറച്ചി വെന്തോ, അതാണ് നമ്മുടെ യെസ്, അടിപൊളിയായിട്ട് ഇതാ വെന്തോ. വേദ പഠിച്ചു കഴിഞ്ഞാ ആ കുബൂസ് ടേബിളിൽ ഇരിക്കണമെങ്കിൽ എടുത്തോണ്ട് വേടാ. ഇത് നമുക്ക് ആക്ച്വലി ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. കാരണം ഈ വെള്ളം വറ്റിച്ചാൽ നമ്മുടെ 1-ാം പാല് കുറച്ചിരിപ്പുണ്ട്, അതൊഴിച്ചിട്ട് നമ്മൾ അധികം തിളപ്പിക്കത്തില്ല. അപ്പോൾ അത്രയും വെള്ളം വരുന്ന 1-ാം പാലൂടെ ഒഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിക്കായി പോവും, അല്ല ലൂസായി പോവും. അപ്പോൾ കുറച്ചൊന്ന് ഇതായിട്ടിരിക്കണം. നമുക്ക് ഈ പൊട്ടറ്റോ ഒക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. കാരണം ഇവിടെ പൊട്ടറ്റോ കണ്ടാൽ അപ്പോഴേ എടുത്ത് ദൂരെ കളയും. ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂട്ടത്തങ്ങ് പോവുകയും ചെയ്യും, നമ്മുടെ കറിക്കൊരു തിക്നെസ് ഉണ്ടാവുകയും ചെയ്യും, കുറുകിയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് വറ്റിക്കാണ്ട് നമുക്ക് ഈ 1-ാം പാൽ ഒഴിക്കാൻ പറ്റില്ല. 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ തിളപ്പിക്കില്ല, അധികമായിട്ട് ഒന്ന് ഒഴിച്ചിങ്ങെടുക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഈ 2-ാം പാലിനെ നമുക്ക് തിളപ്പിച്ച് വറ്റിച്ച ശേഷം 1-ാം പാൽ ഒഴിക്കാം.
എൻ്റെ കണ്ണിൽ കണ്ട പൊട്ടറ്റോകളെല്ലാം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി കാണാത്തത് ഏതെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഒന്ന് ഉപ്പൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. കറക്റ്റ് ഉപ്പും എരിവൊക്കെ നല്ല പോലെ ഉണ്ട്. വേറെ കഴിക്കുമെന്നറിയില്ല. നല്ല എരിവ് കേട്ടോ. 3 പച്ചമുളകും കുരുമുളകും എല്ലാം കൂടി ആയപ്പോൾ നല്ല എരിവ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ഇത് നമ്മുടെ കുബൂസ്, ലുലുന്ന് വാങ്ങിയ വീറ്റ് കുബൂസ്. നല്ലതായിരിക്കും ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. എനിക്കിത് ഇഷ്ടമല്ല. ഇവിടെ ഏട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആവശ്യമുള്ളതൊന്നും കഴിക്കില്ല, ആവശ്യമില്ലാത്ത ഇതൊക്കെ മതി. വേറെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. തണുപ്പ് മാറി. നല്ലല്ലോ കുറുകട്ടെങ്കിൽ ആ വെള്ളം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ആക്ച്വലി നമുക്ക് വേണ്ടത്. അപ്പം ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകിയാലേ ഈ ഒരു കൺസിസ്റ്റൻസി ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ. ഇനി നമുക്ക് ഒന്നാം പാലൂടെ ഒഴിക്കാം. നല്ല ഒഴിച്ചു എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അധികമായിട്ട് തിളപ്പിക്കണ്ട കേട്ടോ. തിളപ്പിച്ചാൽ ഇത് പാല് പിരിഞ്ഞു പോകും. നമുക്ക് ഇതിലോട്ട് മാറ്റാം. അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ചിതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നല്ല അടിപൊളിയായിട്ട് വരുന്നത്. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരാം. ഇവിടെ ലൈറ്റ് ഉള്ളൂ. വേദാവാ, ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ബോളാണ് എടുക്കേണ്ടത്. കഴുകുന്ന പാട് കരുതി നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് സെറ്റപ്പ് ചെയ്യാം. വാടാ, സ്റ്റൂ റെഡി. പ്ലേറ്റ് ഇട്. ആദ്യം ഒരു പ്ലേറ്റ് ഇടും. നമുക്കൊന്ന് സെർവ് ചെയ്ത് കഴിച്ചിട്ട് വീഡിയോ എൻഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു കുബൂസ് അതിൻ്റെ മുകളിൽ ഒന്ന് ഇളക്കിയെടുക്കാവേ. മല്ലിയിലേക്ക് കുറച്ച് ബീഫ് സ്റ്റൂ. ആഹാ, സോക്കായിരിക്കും. അമ്മ കഴിക്കട്ടെ? വേദയ്ക്ക് വേണോ? ഓക്കെ, വേദ പറഞ്ഞു എന്നോട് കഴിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കഴിക്കാം. ചൂട് തണുക്കട്ടെ. ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ലേശം ഇങ്ങനെ പിച്ചെടുക്കുക. നമ്മുടെ ഒരു കുഞ്ഞ് പീസ് ബീഫിലിങ്ങനെ മുക്കുക. അതൊന്ന് ചൂട് കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഇട്ട് മുക്കി മുക്കി നിൽക്കുന്നത്. ഇനി കഴിക്കട്ടെ. ക്യാമറാമാനും വേദയിൽ നിന്ന് കൊതി വിടുന്നു. കൊള്ളാം കേട്ടോ, അടിപൊളി. ബീഫും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നല്ല എരിവും തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് ബീഫ് സ്റ്റൂ കൊള്ളാം. കുബൂസും എൻ്റെ കൂടെ ചേരുന്നുണ്ട് കേട്ടോ. ജേറ്റ് കുബൂസാണ് ലുലുന്ന് വാങ്ങിയത്. ഓ വാടാ, ഒരു വാ കഴിച്ചു നോക്കടാ. ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഇതാണ്. ഇത്ര തന്നെയാണ് സ്പെഷ്യൽ. നീ ഇതും കഴിച്ചോണ്ട് നമ്മൾ പോയി കിടന്ന് ഉറങ്ങും. നാളെ സ്കൂളുണ്ട്. ചൂടുണ്ടാ? ഉണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ എൻഡ് ചെയ്യാം. വേറെ വിശേഷമൊന്നുമില്ല. കഴിച്ചിട്ട് പോയി കിടന്ന് ഉറക്കാം, അത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ഞാൻ കഴിച്ചു തരാം. ഞാൻ എടുത്തു കൊടുക്കണമെന്നും വേദയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. എൻ്റെ കൈ വൃത്തിയില്ല എന്ന്. ഓക്കെ, അപ്പോൾ നാളെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.